ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മേജർ കറൻസി പേയേഴ്സ് ആയിട്ടുള്ള XAUSD, GBP USD, EURUSD എന്നുള്ള 3 ചാർട്ടുകളുടെ വീക്ക്ലി അനലൈസ് ആണ്. അതിനു മുമ്പ് നമ്മൾ ഈ വീക്കിലെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസസ് നമുക്ക് നോക്കുകയാണെങ്കിൽ USD പെയറിൽ CPIയും പിന്നെ GBP പെയറിലും CPI ഉണ്ട്. ആ രണ്ട് ന്യൂസസ് ആണ് നമുക്ക് മേജർ കറൻസി പേഴ്സിൽ, മേജർ വോളിയുള്ള പേഴ്സിൽ ഈ വീക്കിലുള്ള ന്യൂസ് ഉള്ളൂ. പിന്നെ USDയിൽ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലൈം ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലൈം വരുന്നത് വ്യാഴാഴ്ചയാണ്. CPI USDയിൽ വരുന്നത് ബുധനാഴ്ചയാണ്. GBPയിൽ വരുന്നത് ബുധനാഴ്ചയാണ്. അതേ നമുക്ക് ഇവിടെ ഹൈ ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസസ് ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോ പെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റിൽ ഒരു മന്ത്ലി ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തു നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിങ് ഹൈ ആണ്. മാർക്കറ്റ് ഈ ഒരു സ്വിങ് ഹൈ എടുക്കുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ മന്ത്ലി വ്യൂ എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആണ്. അവിടെ നമ്മൾ വീക്ക്ലിയിലേക്ക് നോക്കുകയാണെങ്കിലും വീക്ക്ലിയിലും നമുക്കൊരു സ്വിങ് ഹൈ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇതൊരു ടേക്കൺ ഔട്ട് ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റിന് ഈ ലിക്വിഡിറ്റി എന്തായാലും ടേക്കൺ ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബുള്ളിഷ് ആണ്. അവിടുന്ന് പിന്നെയും നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് റാലിയാണ് മാർക്കറ്റ് ഇതാ ഇവിടെ തന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ ഒരു ബുള്ളിഷ് റാലിയാണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്വിങ് ഹൈ ഇവിടെ ഉണ്ട്. ഇതൊരു സ്വിങ് ഹൈ ആണ്. മാർക്കറ്റിന് ഈ ലിക്വിഡിറ്റി എന്തായാലും കളക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് ഈ വീക്ക് ഒരു ബുള്ളിഷ് റാലിയാണ് ഞാൻ ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഫണ്ടമെന്റൽ സ്ട്രോങ് ആയാൽ ഗോൾഡ് എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് GBP USD നോക്കാം. ഇനി നമുക്ക് GBP USD നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മന്ത്ലി വ്യൂല് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഹ്യൂജ് ഫാള് തന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ലോ എന്തായാലും എടുക്കും. അതിൻ്റെ കൂടെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ലോ മാർക്കറ്റ് എടുക്കും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാം, ബൈ സൈഡിലേക്ക് മൂവ്മെന്റ് തരാം. അപ്പോൾ നമുക്കൊന്ന് വീക്ക്ലി വ്യൂയിലേക്ക് പോയി നോക്കാം. വീക്ക്ലി വ്യൂയിലേക്ക് പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. നമുക്കറിയാം ഓരോ പീക്ക് റിജക്ഷനിലും എന്താണ്, ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ആ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്യാൻ എന്തായിരിക്കും ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഡെയിലി വ്യൂയിലേക്ക് നോക്കുമ്പോഴും സ്റ്റിൽ മാർക്കറ്റ് ഒരു ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. ഇവിടെ ഒരു ഡെയിലി ഓർഡർ ഫ്ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് ഒരു ഡെയിലി ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്തായാലും കളക്ട് ചെയ്യും. അതിൻ്റെ കൂടെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയോടും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നു എന്ന്. ഇനി നമുക്ക് EURUSD നോക്കാം. അപ്പൊ നമുക്ക് EURUSD വ്യൂ നോക്കിയാൽ EURUSD ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്
റിവേഴ്സൽ പമ്പ് തരാൻ ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് വീക്ക്ലിയിലേക്ക് പോയാൽ ഇവിടെ ഈ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ റിഫൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് മാർക്കറ്റ് ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ തരികയാണെങ്കിലാണ് നമുക്ക് ബാരിഷ് വ്യൂ മാറി ബുള്ളിഷ് വ്യൂയിലേക്ക് എത്തുന്നത്. അത് ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്നാണ് മാർക്കറ്റ് ഇറങ്ങിപ്പോയത്. ഇപ്പോഴും നമ്മളെ വ്യൂ എന്താണ്? ബാരിഷ് ആണ്. ഈ വീക്കിലും എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാരിഷ് ആണ്. കാരണം ഇവിടെ ഡെയിലിയിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ തന്നാലേ നമ്മളെ വ്യൂ എന്താവും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബുള്ളിഷായി മാറും. അപ്പോൾ ഇതാണ് യൂറോ USD, GBP USD, XAU USDയുടെ ഈ വീക്കിലെ നമ്മളെ എക്സ്പെക്റ്റേഷൻ.